നമ്മൾ ആദ്യമായി ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ബജറ്റിംഗ് എങ്ങനെ വേണം, നമ്മൾ വീടിന് എന്ത് മുടക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുകയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഒരു വ്യക്തിക്ക് വീടിന് വേണ്ടി മുടക്കാവുന്ന തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ ഒരു 4-5 ഇരട്ടിയാണ്, പരമാവധി 5 ഇരട്ടി വരെ. അതായത് ഒരു 10 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ച് 50 ലക്ഷം രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടി വരെ വാങ്ങാം. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അഫോർഡബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഹോം ലോൺ എടുത്താണ് വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ EMI നമ്മുടെ മാസ വരുമാനത്തിൻ്റെ ഒരു 40% മുകളിലേക്ക് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വീടിൻ്റെ വില കൂടാതെ നമുക്ക് വരുന്ന മറ്റു ചിലവുകൾ, ഉദാഹരണത്തിന് രജിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഇൻറ്റീരിയർ വർക്ക്സിന് വേണ്ടി വരുന്ന തുക, മറ്റ് കണക്ഷൻ ഡെപ്പോസിറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതിന് പുറമേയുള്ള പല വിധത്തിലുള്ള ടാക്സുകൾ ഏതെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോഴാണ് അതൊരു പൂർണ്ണമായ രീതിയിൽ അത് ശരിയാവുക. ഉദാഹരണത്തിന് നമ്മുടെ മൊത്തം വിലയുടെ ഒരു 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷനുമാണ് നമുക്ക് വരുന്ന ഒരു പ്രധാന ചിലവ്. പിന്നെ നമ്മൾ ഇൻറ്റീരിയേഴ്സ് ചെയ്യാനായിട്ട് മൊത്തം വിലയുടെ ഒരു 8 മുതൽ 10% വരെ നീക്കി വെക്കേണ്ടതായിട്ട് വരും. വീടുകളിലേക്ക് ആവശ്യമുള്ള മറ്റ് ഫേർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം പുതിയതായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതുകൂടി നമ്മൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം.